ഫിഷ് നിർവാണ. ഫിഷ് നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച് കട്ടി തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ വായിൽ വെള്ളം വരും. കഴിക്കാനാണെങ്കിൽ അതിലേറെ രുചിയുമാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഷെഫ് പിള്ളയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ആവോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെള്ളവും ചേർത്ത് മസാല പുരട്ടി 30 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ പാനിൽ എണ്ണ ഒഴിച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഫിഷിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല കേട്ടോ. ചെറുതായിട്ട് മുരിഞ്ഞ് വന്നാൽ മതി. ചെറുതായി മുരിഞ്ഞ് വന്നാൽ ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിൽ വാഴയിലയും വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത ഫിഷ് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഒന്നര കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 1-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ ഫിഷ് റെസിപ്പിയാണിത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.